കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ തീർത്തും ഞെട്ടിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കും എന്നുള്ളതാണ് ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. UDF-ന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ മേൽക്കൈ ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ അതിൽ ഒരു എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ്. തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് ബാലു ഇതിൽ പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എനിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ അമ്പരപ്പ് എന്നൊക്കെ പറഞ്ഞു, ഞെട്ടൽ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സത്യത്തിൽ ഇതൊരു വലിയൊരു അമ്പരപ്പായി തോന്നി. അതിൽ BJP അക്കൗണ്ട് തുറക്കുക എന്നുള്ളതല്ല എനിക്കൊരു അമ്പരപ്പായെന്ന് തോന്നുന്നത്. ഏറ്റവും വിശ്വാസയോഗ്യമെന്ന് പൊതുവെ കരുതപ്പെടുന്ന സർവേകളിൽ പോലും BJPക്ക് കിട്ടുന്ന വോട്ട് ശതമാനം, അതിനോടൊപ്പം തന്നെ ഈ സീറ്റുകളുടെ കാര്യത്തിൽ അതിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ ആ പ്രസൻറ്റേഷൻ ഞാൻ കേൾക്കുകയായിരുന്നു. അതിൽ പ്രദീപ് ഗുപ്ത പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ 3 സീറ്റുകളിലാണ് വിജയസാധ്യത പറയുന്നത്. അതിൽ ഏറ്റവും വിജയസാധ്യത അല്ലെങ്കിൽ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി പറയുന്നത് ഒന്ന് ആറ്റിങ്ങലാണ്, രണ്ടാമത്തേത് തൃശ്ശൂർ, തിരുവനന്തപുരത്ത് സാധ്യതയുണ്ട്, എന്നാൽ പത്തനംതിട്ട നല്ല മത്സരവുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളിലുള്ള ഈ വിജയ സാധ്യത അല്ലെങ്കിൽ അവരുടെ നല്ല മത്സരം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 27% വോട്ട് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് കിട്ടുക എന്ന് ഉള്ളൊരു പ്രൊജക്ഷൻ അല്പം ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. കാരണം അതിൽ വേറെന്നുള്ളത് ഈ ഇപ്പോൾ എക്സിറ്റ് പോളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP വലിയ നേട്ടം കൊയ്യുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 50%-ലധികം വോട്ടിംഗ് പെർസെൻറ്റേജ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് വലിയ തോതിലുള്ള ജനപിന്തുണ ഈ സംസ്ഥാനങ്ങളിൽ നേടുന്നുണ്ട്. കഴിഞ്ഞ തവണ ജയിച്ച മഹാരാഷ്ട്രയിലും ബീഹാറിലും വോട്ട് ശതമാനം കുറയുന്നുണ്ട്. 50-ൽ നിന്ന് താഴോട്ട് വന്ന് 48 ആ റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും 48 വരെ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ തോതിലുള്ള ഒരു നേട്ടത്തിലേക്ക് അവർ വരുന്നത്. പുതുച്ചേരിയിൽ ഒരു സീറ്റ് ജയിക്കും എന്ന് പറയും. അനൂപ് തമിഴ്നാട് രാഷ്ട്രീയം നല്ലോണം അറിയാവുന്ന ഒരാളാണ്. എങ്ങനെയാണ് BJPക്ക് ഇത്രയും വലിയൊരു നേട്ടം? പല സർവേകളിലും 3 സീറ്റുകൾ വരെ വരുന്നു എന്ന് പറയുന്നുണ്ട്. അതും ഈ പറയുന്ന കേരളത്തിലെ ഇതും കൂടെ ഒന്നിച്ച് നോക്കിയാൽ ഈ ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്തരത്തിലൊരു മാറ്റം കാണുന്നുണ്ട്. ഈ തമിഴ്നാട് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാവുന്ന പോലെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 39 സീറ്റുകളുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവിടെ പിടിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഒരുപാട് സീറ്റ് ബംഗാളിൽ സാധ്യമായതുപോലെ ഒരു നേട്ടം BJPക്ക് സാധ്യമാണെന്നുള്ളത്. പക്ഷേ ഈ 3 സീറ്റ് എന്ന് പറയുന്ന പ്രവചനത്തെ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ ഇന്ന് പോലും തമിഴ്നാട്ടിലുള്ള ചില മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിച്ചിരുന്നു. നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് ഇവരെ എടുക്കാൻ പറ്റുന്ന മാധ്യമപ്രവർത്തകർ അവർ പറഞ്ഞു ഇവർ ജയിക്കുന്ന പറയുന്ന ഒരു സീറ്റ് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ മൈ ആക്സിസ് അല്ല, മറ്റ് പല സർവേകളും കോയമ്പത്തൂർ പറയുന്നത് അണ്ണാമല ജയിക്കുമെന്ന് പറയുന്നത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ മറ്റു ചില സീറ്റുകൾ അവിടെ NDAക്ക് ഒരു പക്ഷേ ഒരു സീറ്റ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് BJP അല്ല, അങ്ങനെയുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിക്കും എന്ന് പറയുമ്പോൾ അത് തമിഴ്നാട് വിശ്വാസികളുടെ ഒരു നാടാണ് യഥാർത്ഥത്തിൽ. ആ വിശ്വാസം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ BJPക്ക് ഗുണപരമാകുന്ന വിശ്വാസത്തിൻ്റെ ഒരു ലൈനിലുള്ള വിശ്വാസമല്ല തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിൽ ഓരോ മരത്തിന് കീഴിലും ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന മനുഷ്യർ തന്നെ അപ്പുറത്ത് പെരിയാറിനെയും പൂജിക്കുന്ന മനുഷ്യരാണ്. അപ്പം ആ വിശ്വാസം അവിടെ ഒരു കാരണവശാലും BJPക്ക് ഗുണപരമാവില്ല. പക്ഷേ DMKക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ലീഡർഷിപ്പ് ഇല്ലാത്ത വിഷയം ഗുണമാകുന്നായിരുന്നു BJP കരുതിയത്. പക്ഷേ DMK എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി നിൽക്കുക, അവരുടെ വോട്ട് സ്വരൂപിക്കാനുള്ള ശേഷി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം അതിൽ ഈ പറയുമ്പോഴത്തേക്കും ഈ കേരളത്തിൽ നിന്ന് വിഭിന്നമായിട്ട് എനിക്ക് തമിഴ്നാട്ടിൽ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിൽ മുമ്പും BJPക്ക് ഇതുപോലത്തെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ സമയത്താണെന്ന് തോന്നുന്നു 4 സീറ്റ് വരെ കിട്ടിയിരുന്നു. പക്ഷേ കേരളത്തിലെ സിറ്റുവേഷൻ അതെ, കന്യാകുമാരി, കോയമ്പത്തൂർ, പിന്നെ വേറെ ഒരു 4 സീറ്റ് കിട്ടിയിരുന്ന ജയലളിതയുമായി ഉണ്ടായിരുന്ന സമയത്ത് ഫിഗറിനോട് ആ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു റണ്ണിംഗ് പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് വന്നപ്പോൾ BJPക്ക് അതിന്റെ ഗുണം കിട്ടി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഈ കേരളത്തിലെ ഈ പറയുന്ന 3 സീറ്റുകളിൽ അത് ഈ ദക്ഷിണേന്ത്യയിൽ BJP അവരുടെ ഫുട് പ്രിന്റ്സ് വലുതാക്കുന്നു എന്നുള്ളതിന്റെ എന്തെങ്കിലും സൂചനയാണ്? ഇപ്പൊ തമിഴ്നാട്ടിൽ 3 സീറ്റ്, കേരളത്തിൽ 3 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന 3 സീറ്റുകൾ ഇപ്പൊ കേരളത്തിലെ ഏതൊക്കെയാണ്? അർജുൻ ഒന്ന് പറയാമോ അത് ഏതൊക്കെയാണെന്നുള്ളത്?
കേരളത്തിൽ അമ്പരപ്പുണ്ടാക്കിയ ഒന്നെന്ന് പറയുന്നത് ABP വോട്ടാണ്. അവിടെ NDAക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ പ്രവചനമുണ്ട്. പക്ഷേ LDFന് ഒന്ന് പോലും ലഭിക്കില്ല എന്നുള്ളതാണ് ABP വോട്ടറിൻ്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത്. UDFന് തരംഗമുണ്ടാക്കുമെന്ന് പറയുന്നു, 17 മുതൽ 19 ഉണ്ടാകുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ എടുക്കുന്ന ആക്സിസ് മൈ ഇന്ത്യ പോലും പരമാവധി ഒരു സീറ്റ് അവിടെ LDFന് ലഭിക്കുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവിടെയും NDAക്ക് 2 മുതൽ 3 വരെ സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു. UDFന് തരംഗമുണ്ട്, 13 14 സീറ്റ് ലഭിക്കുമെന്നുള്ള കാര്യമാണ്. ടൈംസ് നോ ആണെങ്കിലും BJPക്ക് 1 സീറ്റ്, LDFന് 4 സീറ്റ്, UDFന് പരമാവധി 15 സീറ്റ്. അത് തന്നെയാണ് ന്യൂസ് 18ൻ്റെയും കാര്യം. NDA 1 മുതൽ 13 സീറ്റ് വരെ ലഭിക്കാം, LDFന് 2 മുതൽ 5 സീറ്റ് വരെ ലഭിക്കാം, UDFന് 15 മുതൽ 18 സീറ്റ് വരെ ലഭിക്കാം. TV19 കണക്ക് ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അതായത് എല്ലാവരും ഒരുപോലെ പ്രവചിക്കുന്നു BJP NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള കാര്യം. അത് മുന്നേറ്റം ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ എന്നീ 3 സീറ്റുകളാണ്. അപ്പോൾ തന്നെ LDFൻ്റെ ഒരു സീറ്റ് ചോർച്ച അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടാകുമെന്നുള്ള കാര്യം കൂടി അവർ നിങ്ങൾ ബാലുവിന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയാവുന്ന ആറ്റിങ്ങലാണ്. ഈ ആറ്റിങ്ങൽ ജയിക്കുമെന്ന് പറയുന്ന ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥികളാണ് 2 ഭാഗത്തുമുള്ളത്, LDFിലും UDFിലും. സിറ്റിംഗ് MP ആണ് അടൂർ പ്രകാശ്, വലിയ സാമുദായിക ബന്ധങ്ങളുള്ള ആള്. ജോയ് സിറ്റിംഗ് MLA ആണ്, CPMന്റെ ജില്ലാ സെക്രട്ടറി ആണ്. അങ്ങനെ ആ വിധത്തിലുള്ള സ്വാധീനങ്ങൾ ആ മേഖലയിലുള്ള ആളാണ്. അപ്പൊ എന്തുകൊണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഇത്രയും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ശരിയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കത് പറയാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ അദ്ദേഹത്തിന് വി മുരളീധരൻ ജയിക്കുമെന്ന് പറയാനുള്ള ഒരു സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ അത് സത്യമാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ 2-3 ഘടകങ്ങൾ നടന്നിരിക്കാം. ഒന്ന്, ഈഴവ വോട്ടിൽ വലിയൊരു ഷിഫ്റ്റ് BJPയിലേക്ക് ഉണ്ടായേക്കാം. ബസ്സിന് അറിയാമെന്നുള്ളതുപോലെ തന്നെ ആറ്റിങ്ങൽ, വർക്കല, അതുപോലെ തന്നെ ചിറയൻകീഴ്, കിളിമാനൂർ, പണ്ടത്തെ കിളിമാനൂർ മണ്ഡലം, ആ പ്രദേശങ്ങളിലേക്കുള്ള ഈഴവ വോട്ടിൽ ഒരു വലിയൊരു ഷിഫ്റ്റ് അങ്ങോട്ടുണ്ടായേക്കാം, BJPയിലേക്ക് ഉണ്ടാക്കാം. ഒപ്പം മുസ്ലിങ്ങൾക്ക് വളരെ നിർണായകമായ വോട്ടുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ ഈ മുസ്ലിം വോട്ടിനകത്ത് ഒരു ഡിവിഷൻ ഉണ്ടായേക്കാം. ഈ 2 ഘടകങ്ങൾ ഒരുമിച്ചുണ്ടായാൽ മാത്രമേ ഒരുപക്ഷെ അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഫലം ഉണ്ടാകാൻ. ഇപ്പൊ തിരുവനന്തപുരം അങ്ങനെ വിലയിരുത്താൻ കഴിയുള്ളൂ. കാരണം ശശി തരൂരിന്റെ ഒരു സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞിരുന്ന തിരുവനന്തപുരം നഗരത്തിലെ 3 മണ്ഡലങ്ങളായിരുന്നു. കഴക്കൂട്ടം എന്നുള്ളതാണ് 3 മണ്ഡലങ്ങൾ. നിയമം ആ 3 മണ്ഡലങ്ങളാണ് പിന്നെ ശശി തരൂരിന് ഒരു വളരെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ളത്. അത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴേക്കും ഈ വോട്ടുകൾ, അത് പല വോട്ടുകളുണ്ട്, ഇപ്പോൾ അപ്പർ കാസ്റ്റ് വോട്ടുകൾ എന്ന് പറയാം, ആ വോട്ടുകളിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോസ്റ്റൽ മേഖലയിൽ ലത്തീൻ സമുദായത്തിൻ്റെ വോട്ടുകളിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സിന് പോകുന്ന പരമ്പരാഗത വോട്ടുകൾ ആ വിഴിഞ്ഞം പ്രശ്നത്തിൻ്റെയൊക്കെ പേരിൽ മറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. BJPയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ആ മേഖലയിലൊക്കെ വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അത് ഒന്നിൽ അങ്ങോട്ടാവാം. പിന്നെ ഒരു നേതാവ്, BJP നേതാവ് തന്നെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ പോൾ ചെയ്തിരുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ കോസ്റ്റൽ ബെൽറ്റുകളിലെല്ലാം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ വോട്ടുകളിൽ നല്ലൊരു ശതമാനം LDFിലേക്ക് പോകാൻ അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രന് പോകാനുള്ള ഒരു സാധ്യത. അപ്പോൾ ആ വോട്ട് ഷിഫ്റ്റും ഡിവിഷനും ഇതിന് കാരണമായിട്ടുണ്ടാകാം, അഥവാ ഇത് ശരിയാണെങ്കിൽ എന്നുള്ളത്. അതേ നമുക്ക് പറയാൻ പറ്റും. തൃശ്ശൂരിന്റെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? തൃശ്ശൂരിലേക്ക് വരുന്നതിന് മറ്റു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഈ ചർച്ചകളുടെ ഒരു അടിസ്ഥാനമായിട്ട് വിശ്വാസത്തിലൂടെ എടുക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ആണ്. അതൊന്ന് ഒരു പ്രധാനപ്പെട്ടത് കുറച്ചുകൂടി വിശ്വാസത്തിൽ. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ രാജസ്ഥാനിന്റെ ഒക്കെ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാജസ്ഥാനിൽ 95 സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് പ്രവചിച്ച് തെറ്റിപ്പോയതാണ്. പക്ഷെ മറ്റ് സർവേകളൊക്കെ കുറച്ചുകൂടി കൃത്യമായിട്ട് അത് ഞാൻ ഈ സാന്ദർഭികമായി അതുകൊണ്ടാണ് നേരത്തെ ആറ്റിങ്ങലിന്റെ കാര്യം ചോദിച്ചപ്പോൾ പോലും ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ തൃശ്ശൂർ നഗരത്തിലുള്ള അപ്പം തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് പിടിക്കാൻ വേണ്ടി ശ്രമമൊന്നല്ല, പല വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു BJPക്ക് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു. രണ്ടാമത്തത്, ഒരു സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റാർ പരിവേഷം ഉണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ആണ് മലയാള സിനിമയിൽ
ഭയങ്കര സജീവമായിട്ട് നിൽക്കുകയും വലിയ ആരാധകർ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കിങ് കിട്ടി സമീപകാലത്ത് കിട്ടിയിട്ടുള്ളത് സുരേഷ് ഗോപിക്കാണ്. അതായിരിക്കും അത് അദ്ദേഹത്തിന്റെ പല പെരുമാറ്റവും വാക്കുകളും. അല്ല, ഇതില് വേറൊരു കാര്യമുണ്ട്. തൃശ്ശൂരിൽ ഈ സ്ത്രീ വോട്ടർമാരിൽ ഒരു നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് പോയി അല്ലെങ്കിൽ പോകും എന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവരെ പലരും സംസാരിക്കുക എന്തുകൊണ്ട് കൊടുത്തുകൂടാ സുരേഷ് ഗോപിക്ക് എന്നുള്ള തരത്തിൽ ചില സൂചനകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഭാരത് റൈസ് വന്ന് ഇറങ്ങിയത് തൃശ്ശൂരാണ്. അപ്പോൾ മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ അവിടെ നേരിട്ട് ഒരു റോഡ് ഷോ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ബസന്ത്, ഞാനിതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സത്യമാണെങ്കിൽ, ഇതൊരു യാഥാർത്ഥ്യമായിട്ട് വരികയാണെങ്കിൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം CPM-ന്റെ വോട്ടുകളാണ് ഈ സർവേകൾ പ്രകാരം, യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയില്ല, പക്ഷേ CPM-ന്റെ വോട്ടുകൾ ആണ് ഈ BJP-യിലേക്ക് പോയതെന്നത് വളരെ, ഈ സർവേകൾ പ്രകാരമാണെങ്കിൽ അത് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തും. അത് ദൂരവ്യാപകമായ ചർച്ചകൾ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് EP ജയരാജൻ്റെയൊക്കെ ആ വോട്ടെടുപ്പ് ദിവസം ഉണ്ടായിരുന്ന പ്രസ്താവനയൊക്കെ വലിയ ചർച്ച. തീർച്ചയായും BJP അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏതോ ഒരു പാർട്ടിയുടെ ബേസ് വലിയ തോതിൽ ചോർന്നു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അത് ഏതാണ് എന്നുള്ളത് ഒരുപക്ഷെ ഈ ഫലം ശരിയാണെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വലിയ ചലനങ്ങളായിരിക്കും ഈ പറയുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ വരുത്താൻ പോകുന്നത്.